നമസ്കാരം മാന്യ സ്നേഹ നമസ്കാരം. നമുക്ക് പലരും ചോദിച്ചിട്ടുണ്ട് ഈ കൃഷ്ണന്റെ ഫോട്ടോ ട്രേസ് ചെയ്തുകൊണ്ട് കോപ്പി അടിച്ചുകൊണ്ട് വിറ്റ് നടക്കുന്ന, വായിൽ തോന്നിയ വിലയ്ക്ക് വിറ്റ് നടക്കുന്ന പാവം പിടിച്ച ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളില്ല ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് ഇത്ര വലിയ രൂപത്തിൽ, അതായത് 15,000-നും 20,000-ത്തിനൊക്കെ വിറ്റുകൊണ്ട് നടക്കുന്ന, അത് വാങ്ങാൻ നിൽക്കുന്ന പൊട്ടന്മാരാണ് അതിൽ ഉത്തരവാദികൾ എന്നിരിക്കെ തന്നെ, എന്നിരുന്നാലും ഹിന്ദുക്കളെ, പാവം പിടിച്ച ഹിന്ദുക്കളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു വേണ്ടിയിട്ട് കടിച്ചാൽ പൊട്ടാത്ത കുറെ നുണകളൊക്കെ പടച്ചിറക്കുക, അതിനുവേണ്ടി പല ചാനലുകളിലും ചെന്നിരുന്നു കൊണ്ട് പച്ച നുണകൾ പറയുക. ഞാൻ ഈ ട്രേസ് ചെയ്ത്, ഞാൻ കോപ്പി അടിച്ച ഈ ചിത്രം വെച്ച് കഴിഞ്ഞാൽ കുട്ടിയില്ലാത്തവർക്ക് കുട്ടി ഉണ്ടാവും, ധനമില്ലാത്തവർക്ക് ധനം ഉണ്ടാവും എന്നൊക്കെ പല ചാനലുകളിലും ഒരു ഉളുപ്പുമില്ലാതെ മുസ്ലിം വേഷധാരിയായിക്കൊണ്ട്, മുസ്ലിം വിശ്വാസിയായിക്കൊണ്ട് എല്ലാ 5 വക്തും നിസ്കരിക്കുന്ന, അവരുടെ ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഒരിക്കലും ഈ രീതിയിൽ പറയുന്നത് യാഥാർത്ഥ്യമല്ല, പറയാൻ പാടില്ല എന്നിരിക്കെ അത് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പാവം പിടിച്ച ഹിന്ദുക്കളെ പറ്റിക്കുമ്പോൾ അത് ചോദിക്കുക തന്നെ ചെയ്യും. പലരും ഇവിടെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ജസ്നയുടെ പിറകെ പോകുന്നത്? അവർ വരച്ച ചിത്രങ്ങൾ അവർക്ക് വായിൽ തോന്നിയ വിലക്ക് വിൽക്കുന്നു, അത് വാങ്ങാനുള്ള ഹിന്ദുക്കൾ ഉണ്ടായിട്ടല്ലേ എന്നുള്ളതൊക്കെയാണ്. നോക്കൂ, എപ്പോഴും നമ്മൾക്കറിയാം, പലരും ഈ വലിയ വലിയ വഴിപാടുകൾ, പൂജകൾ, അതല്ലെങ്കിൽ ഈ ജ്യോത്സ്യന്മാരെയൊക്കെ ചെന്ന് കാണുക, എന്നും പ്രശ്നങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെയാണ് ഹിന്ദു സമൂഹം എന്നറിയാം. ആ ഹിന്ദു സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുക, ഇതുപോലെ ചിത്രം വരച്ച് തട്ടിപ്പ് നടത്തിയ ഒരുപാട് തട്ടിപ്പുകളിലൊക്കെ ഹിന്ദുക്കൾ ചെന്ന് ചാടുന്നു നമ്മൾക്കറിയാം. അത്തരത്തിൽ നമ്മൾക്ക് അറിയുന്ന രീതിയിൽ ഇത്തരത്തിൽ ഇവർ നടത്തുന്ന ഈ തട്ടിപ്പിനെതിരെ തന്നെയാണ് നമ്മൾ രംഗത്ത് വന്നത്. അല്ലാതെ അവർ ചിത്രം വിറ്റ് നടക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇവർക്ക് ആദ്യം തന്നെ ഹൈപ്പ് കൊടുത്ത ഏത് ചാനലാണെന്നറിയാമോ? അമൃത ചാനലാണ്. എനിക്ക് തോന്നുന്നു 2 വർഷം മുൻപ് അമൃത TV ആണ് ഇവരുടെ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ എന്നുള്ളത് റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അവരെ കൊണ്ടുവരുന്നതും, അവരുടെ ചിത്രം ഒരു പൂജാരിയുടെ വീട്ടിൽ വെച്ചതോട് കുട്ടികളില്ലാത്ത പൂജാരിക്ക് കുട്ടികൾ ഉണ്ടാവുന്നതും, ധനമില്ലാത്ത വീടുകളിൽ ധനം ഉണ്ടാവുന്നു എന്നൊക്കെ ഈ അമൃത TV-യിലൂടെയാണ് ഇവർ ഈ വാഗ്ദാനങ്ങൾ, അതല്ലെങ്കിൽ വലിയ അന്ധവിശ്വാസം, പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് പിന്നെ അവരുടെ ചിത്രങ്ങൾക്ക് മാർക്കറ്റായി, അങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങളായി, 10,000-ങ്ങൾ 15,000-ഉം 20,000-ഉം ആയിട്ട് അങ്ങനെ മാറുന്നു. അത്തരത്തിൽ ഹിന്ദുക്കളെ പറ്റിക്കുന്നതിനെ എതിരെ തന്നെയാണ് നമ്മൾ രംഗത്ത് വന്നത്. അങ്ങനെ രംഗത്ത് വന്ന സമയത്ത് തന്നെയാണ് ഇവർ കൃത്യമായിട്ടും ഇവരുടെ പഴയ കാല ജീവിതത്തിൽ ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. അതും പീഡന കേസുകളാണ് എന്നുള്ളതും, അതിൽ പല കേസുകളും കോടതി വെറുതെ വിട്ട് ഇവർ പറയുന്ന പച്ച നുണയാണെന്ന് ജഡ്ജ്മെന്റിൽ എഴുതി ചേർത്തിട്ടുണ്ട്, നിരീക്ഷണമുണ്ട് എന്നുള്ളതൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നത്, അല്ലാതെ വെറും ഒരു ആരോപണമല്ല. അത് എത്ര കേസ് എന്നുള്ളതും, കേസ് നമ്പർ എത്ര എന്നുള്ളതും, അതിൽ എന്തൊക്കെയാണ് ജഡ്ജ്മെന്റ് എന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരുപാട് നാളുകളായി ജസ്ന മിണ്ടാട്ടമില്ലാതെ നടക്കുകയായിരുന്നു. കാരണം ആത്മഹത്യ നാടകമൊക്കെ നടത്തി നോക്കി, പക്ഷെ അതൊന്നും ഏറ്റില്ല. ഇന്ന് പുതിയ ഉടായിപ്പുമായി ഞമ്മന്റെ മറുനാടൻ ആണല്ലോ അല്ലെ, മറുനാടൻ മലയാളിയിലെ നമ്മുടെ പീയൂഷ് എന്ന് പറയുന്ന ഒരു വലിയ റിപ്പോർട്ടർ ഉണ്ടല്ലോ, ഈ എലി പുന്നല് കണ്ട പോലെയാ പീയൂഷിന്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ പറയുന്ന ഈ ഹിന്ദുക്കളെ പറ്റിച്ച് നടക്കുന്ന, ഈ രീതിയിൽ വായിൽ തോന്നിയ വിലക്ക് ആരോ വരച്ചു കൊടുത്ത ഒരു ചിത്രം, ആ ചിത്രം വിറ്റ് നടക്കുന്ന ഈ സ്ത്രീയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മറുനാടൻ മലയാളി വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം, പല ഓൺലൈൻ ചാനലുകാരും കാശ് കിട്ടിക്കഴിഞ്ഞാൽ ആ എല്ലാവരെയും പൊക്കിപ്പിടിച്ച് കൊണ്ടുപോകുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയും ഹിന്ദുക്കളെ പറ്റിക്കാൻ, ഗുരുവായൂരപ്പന്റെ നടയിൽ തട്ടമിട്ടുകൊണ്ട് വന്ന് ഇൻഷാ അള്ളാഹ് പറഞ്ഞുകൊണ്ട് ഫോട്ടം വിൽക്കാൻ, അത്തരത്തിൽ ഒരു ഹിന്ദുവും ഇനി അവരുടെ കയ്യിൽ നിന്ന് ഈ തട്ടിപ്പിൽ ഇരയാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മറുനാടൻ മലയാളിയിൽ വന്ന ഇന്റർവ്യൂവിൽ തന്നെ അവർ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. മക്കളെ, ഇത്രയും വയസ്സ്, എനിക്ക് 46 വയസ്സായി, ഈ 46 വർഷത്തിനിടയ്ക്ക് ഞാനൊരു ഹിന്ദുവാണ്, നായരാണോ, ഒരു നായരുമാണ് എന്ന് പറയാം, ഇനിയിപ്പോ വിഭാഗം പറഞ്ഞില്ല എന്ന് വേണ്ട, ഒരു നായരായിട്ടുള്ള, ഹിന്ദു നായരായിട്ടുള്ള എനിക്ക് ഇതുവരെ ഞാൻ കേൾക്കാത്ത ഒരു കഥയൊക്കെ ഇവള് പടച്ചിറക്കിയിട്ടുണ്ട്. എന്തായിരിക്കും ഇവളുടെ കഥയുടെ ഉദ്ദേശം എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ അറിയാം. ഇവളുടെ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് തിരിച്ച് മെല്ലെ മെല്ലെ ഇങ്ങോട്ട് വരാം. ഞാൻ സത്യം പറയാച്ചാല് എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ്. എനിക്ക് ഇഷ്ടല്ലായിരുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്ന് വെച്ചാല് എന്റെ കുഞ്ഞിലെ ഒരു 4-5 വയസ്സ് തൊട്ടേ എന്റെ വീട്ടുകാർ എന്നെ കണ്ണാന്ന് വിളിക്കായിരുന്നു. എന്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അത്രയും മതവിശ്വാസികളാണ്, ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിക്കാരാണ് അവര്. പക്ഷെ എന്നാ പോലും അവര് കണ്ണാന്ന് വിളിക്കുകയും വീട്ടില് ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു സുഹൃത്ത് മുഖാന്തരം കിട്ടിയൊരു പേരാണ് കണ്ണാന്നുള്ളത്. അപ്പൊ ഈ കണ്ണനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ വീടിന്റെ പരിസരം എന്ന് വെച്ചാല് 1/2 കിലോമീറ്റർ വെച്ചിട്ട് പള്ളികളാണ്. അവിടെ ഹിന്ദു മതസ്ഥരെന്ന് പറയാൻ വിരലിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ.
അവരുടെ വീട്ടിലൊന്നും നമ്മൾ പോവാറൊന്നുമില്ല. പോയാലല്ലേ ഈ പൂജാമുറിയിൽ കണ്ണനെയൊക്കെ കാണുള്ളൂ. അപ്പൊ ഈ കണ്ണനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അത്രക്ക് ദേഷ്യം. എല്ലാരും നമ്മുടെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്തൊക്കെ ഈ കണ്ണാന്ന് വിളിക്കുമ്പോ അത് ഏറ്റു വിളിക്കും. ഈ ജാതി ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും ഞാൻ പോന്നേക്ക് അങ്ങ് വിളിച്ചോളൂ. നോക്കൂ, ഇവർക്ക് ഏറ്റവും വെറുപ്പും അറപ്പും ദേഷ്യവുമുള്ള ഒരു പേരായിരുന്നു കണ്ണൻ. നമ്മൾ ആരെങ്കിലും ആണോ ഇവർക്ക് കണ്ണൻ എന്ന് പേരിട്ടത്? അല്ല. ആരാ ഇവർക്ക് കണ്ണൻ എന്ന് വിളിച്ചത്? നമ്മൾക്കറിയാം, കുഞ്ഞു മക്കളെയൊക്കെ, എന്റെ മോളെ തന്നെ ഞാൻ അമ്മിണി എന്നാണ് എന്റെ കുഞ്ഞിനെ വിളിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ പെൺമക്കളായാലും ആൺമക്കളായാലും നമ്മളൊക്കെ അവരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന, അരുമ പേരിട്ട് വിളിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ സ്ത്രീയെ വിളിച്ചിരുന്നത്, ഇവരുടെ രക്ഷിതാക്കൾ വിളിച്ചിരുന്നത് എന്താണ്? കണ്ണൻ എന്നാണ്. ആ കണ്ണൻ എന്ന് തന്റെ സ്വന്തം രക്ഷിതാക്കൾ വിളിച്ച കണ്ണ എന്നുള്ള പേര്, അത് അവർക്ക് വെറുപ്പും അറപ്പും ദേഷ്യവുമാണ്. എന്നിട്ടോ ഇന്നിപ്പോ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ കണ്ണന്റെ ഈ തട്ടമിട്ട രൂപത്തിൽ വന്നുകൊണ്ട് കണ്ണന്റെ തിരുനടയിൽ നിന്നുകൊണ്ട് പീപ്പി വിളിച്ചുകൊണ്ട് കണ്ണന്റെ ഓടക്കുഴലിനെ പരിഹസിക്കുക, കണ്ണന്റെ വിശ്വാസം അല്ല എനിക്കുള്ളത്, എന്റെ വിശ്വാസം ഇൻഷാ അള്ളായാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുനടയിൽ നിന്നുകൊണ്ട് ഇൻഷാ അള്ളാ പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോ വായിൽ തോന്നിയ വിലക്ക് ഈ പറയുന്ന ശങ്കരേട്ടൻ എന്ന് പറയുന്ന പൂജാരിയുടെ വീട്ടിൽ കൊടുത്തപ്പോൾ കുട്ടി ഉണ്ടാവാത്ത അവർക്ക് കുട്ടിയുണ്ടായി, ധനമില്ലാത്ത ആളുകൾക്ക് ധനമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അമൃത TV പോലെയുള്ള റെഡ് കാർപ്പറ്റ് പോലെയുള്ള പ്രോഗ്രാമിലൊക്കെ കൊണ്ടുവന്ന് ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി PR വർക്ക് നടത്തി ഇവർ ഇറങ്ങുമ്പോൾ അതിനെതിരെ നമ്മൾ നിലപാടെടുക്കേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട്. ഇനി ഇതൊന്നുമല്ല മക്കളെ, കൃഷ്ണന്റെ മാറാരോഗത്തെ കുറിച്ചൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. മാത്രമല്ല ഗോപികമാരെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. രാധയെ മാത്രമല്ല കണ്ണന് ഗോപികമാരുണ്ടായിരുന്നു എന്ന് നമ്മൾക്കറിയാം. ഈ ഗോപികമാരെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞ വാക്കുകൾ കേൾക്കണം. ഇതാര് ഏത് മദ്രസ പൊട്ടൻ എഴുതി കൊടുത്ത സ്റ്റോറിയാണെന്നോ ഏത് മദ്രസ പൊട്ടൻ ക്ലാസ് എടുത്ത് വിട്ടതാണോ എന്നറിയില്ല. ഇനി ഞമ്മന്റെ തോക്കുസ്വാമി പറഞ്ഞു വിട്ടതാണോ എന്ന് അറിയില്ല കേട്ടോ. കാരണം തോക്കുസ്വാമിയാണ് ഇപ്പൊ ഇവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇവരെ പൂർണ്ണമായിട്ട്, തോക്കുസ്വാമി ഭദ്രാനന്ദ സ്വാമിയാണ്, ചാമി എന്നാണ് എല്ലാവരും വിളിക്കാറ്. അദ്ദേഹത്തിന്റെ നിലയും വിലയും കേരളത്തിൽ എന്താണ്, മലയാളികൾക്കിടയിൽ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമമോ ഇല്ല. അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും തന്നെയാണ്. ഇനി അദ്ദേഹമാണ് ഇതിന്റെ പിറകിൽ നിന്ന് നമ്മൾക്കറിയില്ല. അത്തരത്തിലുള്ള സ്റ്റോറിയാ വരുന്നത്. നമ്മൾ ഒരു ഹിന്ദുവും കേൾക്കാത്ത സ്റ്റോറി. കണ്ണന് മാറാരോഗമായിരുന്നു. ഗോപികമാരിൽ ഈ രാധ ഒഴികെയുള്ള ഗോപികമാരൊക്കെ ആരായിരുന്നെന്ന് ഈ സ്ത്രീ പറയുന്നെന്ന് അറിയാമോ? മോശക്കാരിയായ സ്ത്രീകൾ, അതായത് വ്യഭിചാരികളായിരുന്ന, പാതിവൃത്യം നഷ്ടപ്പെട്ട സ്ത്രീകളാണ് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. കേട്ടു നോക്കാം ആ ഭാഗം. ഞാൻ ഗുരുവായൂരത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പോയൊരു കഥയാ. നമ്മുടെ രാധേനെ പറ്റി ആരോന്ന് സമൂഹത്തിൽ എന്താ രാധ കല്യാണം ആദ്യം കഴിച്ചു, പിന്നെ കണ്ണനെ സ്നേഹിച്ചിട്ട് എന്തോ മോശക്കാരിയാണെന്ന് ഞാൻ രാധനെ കുറിച്ച് പറഞ്ഞ സമയത്ത് കണ്ണൻ എന്തോ ഒരു മാറാരോഗം ഒരു വൈദ്യൻ ചികിത്സിക്കാൻ വന്നിട്ട് ഒരുപാട് ഓട്ടയുള്ള ഒരു ഇത് വെള്ളമെടുക്കുന്ന ഒരു പാത്രം കൊണ്ട് കൊടുത്തിട്ട് അതില് നാട്ടിലെ പതിവ്രതക്ക് മാത്രമേ അതിൽ വെള്ളം എടുത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റൂന്നും നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് കേട്ടിട്ട് ഈ കണ്ണനെ സ്നേഹിക്കുന്ന ഗോപികമാരും മുഴുവനവും വന്ന് പറഞ്ഞാലേ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾക്കും കൊണ്ടുവരാൻ പറ്റിയില്ല. ലാസ്റ്റ് രാധ കൊണ്ടുവന്നു. അപ്പൊ രാധക്ക് മാത്രമേ അതിൽ വെള്ളം ചോരാതെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ഈ നിറച്ച് ഓട്ടയുള്ള ഒരു പാത്രം കൊടുത്തിട്ട് പാതിവൃത്യമുള്ളവർക്ക്, അതായത് പരിശുദ്ധയായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ, കണ്ണന്റെ ഗോപികമാരിൽ അവർക്ക് മാത്രമേ വെള്ളം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഓട്ടപാത്രം കൊടുക്കുകയാണ്. അതിൽ എല്ലാ ഗോപികമാരും പരാജയപ്പെട്ടു, പക്ഷെ രാധ മാത്രം വിജയിച്ചു. അതായത് ഈ ഗോപികമാരെല്ലാവരും ചാരിത്ര ശുദ്ധിയില്ലാത്ത, അതല്ലെങ്കിൽ പരിശുദ്ധയായിരുന്നില്ല, അവർ മോശം സ്ത്രീകളായിരുന്നു. പച്ചപ്പയ്ക്ക് പറയുകയായിരുന്നെങ്കിൽ വ്യഭിചാരത്തിന് പോലും പോയിട്ടുണ്ടായിരുന്നു എന്ന് ഇവരുടെ ആ വാക്കുകൾ ഇന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇവർക്ക് ഇത് ഏത് മദ്രസ പൊട്ടൻ എഴുതി കൊടുത്ത കഥയാണ്, അതല്ലെങ്കിൽ ആരാണ് ഇത് പറഞ്ഞു കൊടുത്തത് എന്ന് അറിയേണ്ടതുണ്ട്. അത് അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഞാനും ഒരു ഹിന്ദുവാണ്, ഞാനും ഒരു ഭക്തനാണ്. എന്റെ ഗുരുവായൂരപ്പന് മാറാരോഗം എന്ന് ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത്? എന്റെ ഗുരുവായൂരപ്പന്റെ ഗോപികമാർക്ക് ഈ പറയുന്ന പാതിവൃത്യമില്ലാത്ത, പരിശുദ്ധതയില്ലാത്തവരായിരുന്ന എല്ലാ ആ ഗോപികമാർ പൂർണ്ണമായിട്ടൊന്നും രാധ മാത്രമാണ് പരിശുദ്ധയായിട്ടുള്ള സ്ത്രീ ആയിരുന്നത് എന്ന് ഇവർ പറയുമ്പോൾ ഇവർക്കത് പറയാനുള്ള അവകാശം എന്താണ്? ആരാണ് അതിന് അവർക്ക് കയറൂരി വിട്ടത് എന്ന് ഇവർ ഇനി വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഓരോ ഹിന്ദുവും ചെവി തുറന്ന് തന്നെ കേൾക്കുക. നീയൊക്കെ ഇത്രയും നാൾ തലയിൽ വെച്ച് കൊണ്ട് നടന്ന ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇവളുടെ പിക്ചറൊക്കെ വാങ്ങിയല്ലോ, 10,000 20,000 വായി തോന്നിയതിന് വാങ്ങിയല്ലോ. ആ വാങ്ങിയ നീ കേൾക്കണം. നീ ഇന്നും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അവർ അവരുടെ ജോലി ചെയ്ത് ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീ ശരിക്ക് കേൾക്ക്. ഇനിയും വരുന്നുണ്ട് ബാക്കി ഒന്ന് കേട്ടിട്ട് ഓടി വരാം. മനസ്സിലെപ്പോഴുണ്ട്. അപ്പം ഈ ഹണി ട്രാപ്പ് വിഷയം
സത്യം പറയാ ഈ ഹണി ട്രാപ്പ് നെയ്താ എനിക്ക് അറിഞ്ഞോട്ടെ. 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം. ഇവര് 9ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ, ഇവർക്ക് ഹണി ട്രാപ്പ് എന്ന് അറിയില്ല അവർക്ക് എന്നുള്ളത്. എന്നാൽ ഞാൻ പറഞ്ഞു തരാം ശ്രീമതി ജസ്ന. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ കുരുക്കുക. അത് ഒന്നെങ്കിൽ നമ്മുടെ ഇപ്പോ ഫോൺ കോൾ ചെയ്തുകൊണ്ട് അവരുടെ ആ സെക്സ് സംസാരിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യുക. അത്തരത്തിൽ നമ്മന്റെ ഒരു കോവാലന്റെ ഫോൺ കോൾ കുറച്ച് നിങ്ങൾ കേട്ടില്ലേ, അത് പൂർണ്ണമായിട്ടൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഈ കോവാലനെയൊക്കെ ആളുകൾ ഓടിച്ചിട്ടടിക്കും. അത് നമുക്ക് മാറ്റി വെച്ചേക്കാം. കോവാലൻ അയാൾക്കും ഉണ്ടാവുമല്ലോ, കോവാലനും ആഗ്രഹങ്ങളും ഇതൊക്കെ, ഈ തീക്ഷ്ണതകളൊക്കെ ഉണ്ടാവില്ല. ഇമാതിരി ആൾ ഇതിന് മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. അത്തരത്തിൽ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഫോൺ കോളുകൾ ടാപ്പ് ചെയ്തെടുക്കുക, റെക്കോർഡ് ചെയ്തെടുക്കുക, എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്താനോ അതല്ലെങ്കിൽ പീഡന കേസ് കൊടുത്തുകൊണ്ട് ആ കേസ് ഒതുക്കാൻ വേണ്ടി കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെയാണ്. അതല്ലെങ്കിൽ ഇവരുമായി രമിക്കാനോ അതല്ലെങ്കിൽ മറ്റൊട്ടേറെ നമ്മൾ ഒരുപാട് ഹണി ട്രാപ്പുകാരുടെ കേസൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ്, സെക്സ് ചെയ്യുക, എന്നിട്ടോ ചെയ്തു കഴിഞ്ഞിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങുക, അത് തന്നില്ലെങ്കിലോ പീഡന പരാതി കൊടുത്ത് അവരെ കുരുക്കുക. ഇത്തരത്തിൽ ഹണി ട്രാപ്പിന് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അത് ഇവരെ ഹണി ട്രാപ്പ് കോടതിയിൽ തന്നെ ഇവർ കൊടുത്ത പീഡന പരാതിയിൽ പല കേസുകളും എഴുതി തള്ളിയിട്ടുണ്ട്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, ഇവരുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് കോടതി തന്നെ തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ കോടതിയെയും പോലീസ് സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഹണി ട്രാപ്പ് ഇതാണ് ജസ്ന, ഇതിനെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയുക. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഇനി ഈ സ്ത്രീക്കെതിരെ പിറകെ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ഇനി ഒരു ഹിന്ദുവും ഇവരുടെ ചതിയിൽ പെടരുത്. ഇവർ പറയുന്ന ഓരോ വാക്കുകൾ, ഭഗവാൻ കണ്ണന് മാറാരോഗം ഉണ്ടായിരുന്നു, മാറാരോഗം മാറാൻ വേണ്ടി ഒരു ഓട്ടപാത്രം ഗോപികമാരുടെ കയ്യിൽ കൊടുത്ത് വെള്ളം കോരാൻ പറയുന്നു, അതിൽ പരിശുദ്ധതയുള്ള ആൾക്ക് മാത്രമേ വെള്ളം കോരാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു. ഭഗവാന്റെ ഗോപികമാർ എല്ലാവരും അതിൽ പരാജയപ്പെടുന്നു, അതായത് ആരും പരിശുദ്ധരായിരുന്നില്ല എന്ന് ഇവർ സൂചിപ്പിക്കുന്നു. പിന്നെയോ രാധ മാത്രം വെള്ളം കോരുമ്പോൾ കിട്ടുന്നു, രാധ മാത്രം പരിശുദ്ധയാണ് എന്ന് ഇവർ പറയാൻ ആരാണ് ഇവർക്ക് ഇത് പറഞ്ഞു കൊടുത്തത്? എന്നിട്ട് പബ്ലിക്കിനോട് പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ അതിലെ യാഥാർത്ഥ്യം പോലും ചിന്തിക്കാതെ ഇങ്ങനെ പറയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ. ജിമിനിയോ? ഞാൻ ഒരു ഫോട്ടോ പൂർത്തീകരിക്കുന്ന 4 ദിവസം കൊണ്ടാ. അതിൽ ചില ദിവസം ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടാണ് വരയ്ക്കല്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഉറക്കൊയ്യാൻ. സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഉറക്കൊയ്യുന്നത്. നാളെ ഇപ്പൊ ചോദിക്കും എന്നോട് ആരോ ഉറക്കൊയ്യാൻ പറഞ്ഞു, പക്ഷെ എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഉറക്കൊയ്യുന്നത്. നോക്കൂ, ഇവർ പറയുന്നു ഇവർ ഒരു ചിത്രം പൂർത്തിയാക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ്? നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുക മക്കളെ, ഇവർ ഒരു ചിത്രം പൂർത്തിയാക്കുന്നത് 4 ദിവസം കൊണ്ടാണ്. ഞാൻ ഒരു ഫോട്ടോ പൂർത്തീകരിക്കുന്ന 4 ദിവസം കൊണ്ടാ. അതെ, ഈ 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ചിത്രം ഇവർ കഴിഞ്ഞ 1 വർഷം മുൻപ് ഗുരുവായൂർ അമ്പലനടയിൽ 101 ഗുരുവായൂരപ്പന്റെ ഇവർ വരച്ച ചിത്രം എന്ന് അവകാശപ്പെടുന്ന, എന്നാൽ ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലും ഒരു പുള്ളി പോലും മാറ്റമില്ലാതെ ഇവർ കൊണ്ടുവരുന്ന ആ പിക്ചർ ഉണ്ടല്ലോ, അതിവർ വരച്ചത് എത്ര സമയം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതുകൂടി കേൾക്കണം. അതായത് 4 ദിവസമാണ് ഒരു ചിത്രം പൂർത്തിയാക്കാൻ എടുക്കുന്നതെങ്കിൽ ഇവർ 101 ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം പിടിക്കും? 400 ചില്ലാനും ദിവസങ്ങൾ പിടിക്കും. നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഈ 4 × 101 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം എന്ന് കിട്ടും? ഏകദേശം 13.5 മാസം വേണം. ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഒരു ചിത്രം പൂർത്തിയാക്കാൻ 4 ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് 101 ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ 13.5 മാസം വേണം. പക്ഷേ ഇവർ 101 ചിത്രങ്ങൾ വരച്ചത് എത്ര മാസം കൊണ്ടാണ് എന്ന് ഇവർ തന്നെ കഴിഞ്ഞ വർഷം ജനം ടിവിക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നോക്കാം. ഓൾമോസ്റ്റ് 500 പടങ്ങൾ വരച്ചിട്ടുണ്ടാവും. 500-ലധികം അതെല്ലാം കൃഷ്ണനാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. യെസ്, ഇതില് ഈ ജനത്തിന്റെ ഭാഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ജനത്തിന്റെ അതൊന്ന് കേൾക്കാം. പുതുവർഷ ദിനത്തിൽ 101 കൃഷ്ണ ചിത്രങ്ങളുമായി ജസ്ന ഗുരുവായൂരിലെത്തി. വെണ്ണക്കണ്ണന്റെ തിളങ്ങുന്ന ചിത്രങ്ങളുമായി ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ 1 വർഷം മുൻപുള്ള വാർത്തയാണ് കേട്ടോ. ചിലത് പറയാനുണ്ട്. ചിത്രങ്ങൾക്കപ്പുറം വലിയൊരു സന്ദേശമാണ് ജസ്നയുടെ സമർപ്പണം. 6 വലിപ്പങ്ങളിലായിട്ടാണ് ഫോട്ടോ വരച്ചത്. അതിൽ ഏറ്റവും വലുതാണ് ഇത്. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ സമർപ്പിച്ചത്. ബാക്കിയോ അവിടെ വെച്ചത്. ഇത് 4 മാസം കൊണ്ടാണ് ഞാൻ 101 ഫോട്ടോസ് എടുത്തത്. 4 മാസം കൊണ്ടാണ് 101 ഫോട്ടോ ഞാൻ വരച്ചത് എന്ന് ഇവരാണ് പറയുന്നത്. ആ ഇവർ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അതൊന്നുകൂടെ കേട്ടു നോക്കാം.
ഞാൻ ഒരു ഫോട്ടോ പൂർത്തീകരിക്കുന്ന 4 ദിവസം കൊണ്ടാണ്. യെസ്, അതായത് ഒരു ഫോട്ടോ പൂർത്തീകരിക്കാൻ 4 ദിവസം വേണമെന്ന് ഇവർ പറയുന്നു. പക്ഷേ ഇവർ 101 ചിത്രം വരച്ചത് എത്ര ദിവസം കൊണ്ടാ? 4 മാസം കൊണ്ടാ. നമ്മളൊക്കെ പഠിച്ചിരുന്ന 3 12 120 ദിവസമാണ്. അതായത് 4 ദിവസം വെച്ച് 101 ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ 400 ചില്ലാനം ദിവസം വരും. ആ 400 ചില്ലാനം ദിവസത്തെ മാസമാക്കി മാറ്റിക്കഴിഞ്ഞാൽ 13.5 മാസം വരണം ഇവർക്ക് 101 ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവർ എന്താണ് അവകാശപ്പെട്ടത്? കഴിഞ്ഞ വർഷം 101 ചിത്രം അവർ 4 മാസം കൊണ്ടാണ് വരച്ചത്. 13.5 മാസം കൊണ്ട് തീരേണ്ട വർക്ക് 4 മാസം കൊണ്ട് ഇവർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു കാര്യം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. എങ്ങനെയെന്നറിയാമോ? കോപ്പി എടുക്കുക. അതായത് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ട്രേസ് ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നു. ആ ലൈൻ അങ്ങനെ വരച്ച് കൂലിപ്പണി മട്ടത്തിൽ നമ്മളെ ബംഗാളികൾ തേപ്പ് പണിയൊക്കെ എടുക്കുന്ന പോലെ, മേസിപ്പണിയൊക്കെ എടുക്കുന്ന പോലെ അടിച്ചു വിടുക. ഇത്തരത്തിൽ പച്ച നുണയാണ് ജസ്ന ഈ 2 വാക്കുകൾ 2 ചാനലുകളിൽ പറഞ്ഞത്. ഒന്ന് മറുനാടൻ മലയാളിയിൽ പറഞ്ഞതല്ല, ഒന്ന് അമൃത ടിവിയിൽ പറഞ്ഞതാണ്. 4 മാസം കൊണ്ട് എന്ത് ചെയ്തു? 101 ചിത്രങ്ങൾ വരച്ചു എന്ന് ജനൻ ടിവിയിലും പറഞ്ഞു. ഒരു ചിത്രം തീർക്കാൻ എത്ര ദിവസമാണ് വേണ്ടതെന്ന് അമൃത ടിവിയിൽ എത്ര പറഞ്ഞെന്നറിയാമോ? 4 ദിവസം. എന്നാൽ 101 ചിത്രം തീർത്തത് എത്ര മാസം കൊണ്ടാ? 4 മാസം കൊണ്ട്. അതായത് 400 ചില്ലാൻ ദിവസം കൊണ്ട് 13.5 മാസം കൊണ്ട് തീർക്കേണ്ട വർക്ക് ഇവർ 4 മാസം 120 ദിവസം കൊണ്ട് തീർത്തു എന്ന് ഇവർ തന്നെ പറയുന്ന വാക്കുകളിൽ ആ നുണ പൊളിയുന്നുണ്ട്. ഇനി ഇവർ പറയുന്ന വേറെ കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഒന്ന് കേട്ടു നോക്കാം. ഓൾമോസ്റ്റ് 500 പടങ്ങൾ വരച്ചിട്ടുണ്ടാവും. 500-ലധികം അതെല്ലാം കൃഷ്ണനാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭൂപടം വരെ ഞാൻ കോപ്പി അടിച്ചു. സത്യം പറയാ. കാരണം ടീച്ചർ വരച്ചുണ്ടാവാൻ പറഞ്ഞിട്ട് ഇത് വരയ്ക്കാൻ അറിയാഞ്ഞിട്ട് എണ്ണ വെച്ചിട്ട് ഇതാക്കിയിട്ട് അതാണ്. അതായത് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് ചിത്രം വരയ്ക്കാനില്ല, അറിയില്ല. ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയും ഇന്ന്. അതല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരയ്ക്കുന്ന ഏതൊരു വരയ്ക്കാൻ അറിയാത്ത ആളും പരീക്ഷയ്ക്ക് വരുന്നത് കൊണ്ട്, ഭാരതത്തിന്റെ ഭൂപടം വരച്ചുകൊണ്ട് ഈ ഓരോ സംസ്ഥാനങ്ങളും സ്ഥലങ്ങളും രേഖപ്പെടുത്താൻ വരുന്നത് കൊണ്ട് അതിന് 5 മാർക്കോ 10 മാർക്കോ ഒക്കെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അറിയാത്ത ആളുകൾ, ഞാൻ അടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടോ കേട്ടോ. നമ്മൾക്കറിയാം 1 രൂപയുടെ കൊട്ടൻ രൂപ, അതല്ലെങ്കിൽ 1 രൂപയുടെ 2 രൂപയിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. കൊട്ടൻ രൂപയിൽ നമ്മൾ കൊട്ടൻ രൂപയും കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യും? അത് പെൻസിലിന്റെ പിറകുവശം കൊണ്ടൊന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂപടം വരഞ്ഞു വരുമെന്ന് നമ്മൾക്കറിയാം. ആ രൂപം നോക്കിക്കൊണ്ട് നമ്മൾ വരയ്ക്കാറുണ്ട് ഭൂപടം. അത്തരത്തിൽ ഇവർ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഭൂപടം പോലും വരയ്ക്കാൻ അറിയാത്തവളാണ് ഞാനെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടോ ഈ ഇന്ത്യയുടെ ഭൂപടം പോലും കോപ്പി എടുത്ത് വരച്ച ഇവരാണ് ഈ കൃഷ്ണന്റെ 500-600, അതായത് 2 കൊല്ലം മുമ്പാണ് 500 ചില്ലാൻ ചിത്രം വരച്ചു എന്ന് പറയുന്നത് അമൃത ടിവിയിൽ പറയുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിനായിരിക്കും ഈ പാവം പിടിച്ച് ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് വായി തോന്നിയ വിലക്ക് വിറ്റത്. അവർ വിറ്റോട്ടെ, ഏത് രീതിയിലും വിറ്റോട്ടെ. പക്ഷെ ഇല്ലാത്ത പച്ച നുണകൾ. ശങ്കരേട്ടന് കുട്ടിയില്ലാത്ത ശങ്കരേട്ടന് കുട്ടി ഉണ്ടായി, പിന്നെയോ ധനമില്ലാത്ത ആളുകൾക്ക് ധനമുണ്ടായി, പ്രശ്നങ്ങളുള്ള വീട്ടിൽ പ്രശ്നം തീർന്നു. ഇതൊക്കെ പറയുമ്പോൾ, ഇങ്ങനെ പറഞ്ഞു വിൽക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന കാര്യമുണ്ട്. അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് കണ്ണന്റെ ചിത്രം വിൽക്കാൻ വേണ്ടി PR വർക്ക് നടത്തി വിൽക്കുന്ന ഇവരുടെ അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഒരു ഹിന്ദുവിനെയും ഇനി പറ്റിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫോളോ അപ്പ് കൊടുക്കുന്നത്. അവർ മറുനാടൻ മലയാളിക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടില്ല, മറ്റേതൊരു ചാനലിനും ഓൺലൈനുകളിലും അടക്കെ ഇതുപോലെ PR വർക്ക് നടത്താൻ വേണ്ടി വന്നുകൊണ്ട് അവരുടെ ചിത്രം ഇനിയും വായിൽ തോന്നിയ വിലക്ക് വിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനെതിരെ നമ്മൾ നിലപാടെടുക്കുക തന്നെ ചെയ്യും. ഇനി ബാക്കി കേൾക്കാം. അല്ലാതെ ഞാൻ ഒരിക്കലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭൂപടം വരെ ഞാൻ കോപ്പി അടിച്ചു. സത്യം പറയാ. കാരണം ടീച്ചർ വരച്ചുണ്ടാവാൻ പറഞ്ഞിട്ട് ഇത് വരയ്ക്കാൻ അറിയാഞ്ഞിട്ട് എണ്ണ വെച്ചിട്ട് ഇതാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര പോലും അത് തന്നെ ഇപ്പോഴും ചെയ്യുന്നു. ദിനത്തിൽ 101 ചിത്രങ്ങൾ വരച്ച വാർത്തയാണ്. ആ 101 അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി വേറൊരു ഓഡിയോ കേൾക്കാം. 6 വലിപ്പങ്ങളിലായിട്ടാണ് ഫോട്ടോ വരച്ചത്. അതിൽ ഏറ്റവും വലുതാണ്. ഇത്തരത്തിൽ ഒട്ടേറെ നുണകൾ നിറഞ്ഞുകൊണ്ടാണ്. ഞാൻ വീട് വെച്ചു. വീടിന് ലോൺ അടയ്ക്കുന്നത് ആരും കാണുന്നില്ല. ജസ്റ്റ് കാറ് മേടിച്ചു. കാറിന് EMI അടയ്ക്കുന്നത് ആരും കാണുന്നില്ല. നോക്കൂ, ഈ ജസ്നയ്ക്ക് വീട് ഉണ്ടാക്കി കൊടുത്തത് ആരാ എന്ന് ജസ്ന തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ചങ്ങാതിയുടെ പേരും ആ ചങ്ങാതി ഇങ്ങനെ വയറൊക്കെ കുലുക്കിക്കൊണ്ട് ചിരിക്കുന്ന വീഡിയോ ഒക്കെ കണ്ട ആളുകളാ. ആരാ ഉണ്ടാക്കി കൊടുത്തത്? ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വലിയ മഹാ വ്യക്തി, അയാളാണ് ഇവർക്ക് വീടുണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഈ ഗോകുലം ഗോപാലൻ ഉണ്ടാക്കി കൊടുത്ത വീട് ലോൺ എടുത്തിട്ടായിരുന്നോ? ഗോകുലം ഗോപാല, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഈ പെണ്ണുമ്പിള്ളക്ക്
വീഡിയോ എന്ന് ഏതെങ്കിലും മലയാളി ചോദിച്ചാൽ, ഏതെങ്കിലും ആരാധകൻ ചോദിച്ചാൽ, ഏതെങ്കിലും ഈ പറയുന്ന ഇവർക്കെതിരെ നിലപാടെടുക്കുന്ന ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? അയ്യോ, ഞാൻ എന്റെ അരിയിൽ പാറ്റയിടുന്നേ, എന്റെ അരിയിൽ മണൽ വാരിയിടുന്നെന്നും പറഞ്ഞ് മോങ്ങിക്കൊണ്ട് ആത്മഹത്യാ നാടകം കളിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വിതച്ചതേ കൊയ്യൂ. നിങ്ങൾ ഒരുപാട് മുൻപ് വിതച്ച കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കേട്ടു പോകുന്നത്. ഇനി ജസ്ന വീട് വെച്ചാൽ എന്താണ്? അത് കോടിക്കണക്കിന് രൂപയുടെ വീട് വെച്ചു, പക്ഷെ അതിന് ലോൺ അടക്കുന്നത് ആരും അറിയുന്നില്ല എന്ന് പറയുന്ന നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ഗോകുലം ഗോപാലേട്ടൻ എനിക്ക് ദൈവമാണ്, എനിക്ക് ഒരു തകര ഷീറ്റിന് കീഴിൽ ജീവിച്ച ഞങ്ങൾക്ക് 2 മാസം അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള ഒരു വീട് വെച്ച് തന്നു, ആ വീട്ടിലാണ് ഞങ്ങൾ ഇന്നും താമസിക്കുന്നതെന്ന് പറഞ്ഞ ജസ്ന, അപ്പൊ ഈ ഗോകുലം ഗോപാലൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നിങ്ങളുടെ പേരിൽ ലോൺ എടുത്ത് തന്നിട്ടാണോ നിങ്ങൾക്ക് വീട് വെച്ചത്? ആ ലോൺ ആണോ നിങ്ങൾ അടയ്ക്കുന്നത് എന്ന് പച്ചയ്ക്ക് ചോദിച്ചാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക? ഇനിയോ, ഇവർ കാറിന്റെ EMI അടയ്ക്കുന്നുണ്ട്. കാറിന്റെ EMI എത്രയാണെന്നറിയാമോ? 14,000 രൂപയാണ് ഓരോ മാസവും ഇവർ കാറിന്റെ അടവടയ്ക്കുന്നത്. അപ്പൊ ബാങ്കിന്റെ ലോണ്, കാറിന്റെ അടവ് 14,000 രൂപ. എന്നിട്ടോ ഇവർ പാവമാണ്, ഞാൻ പാവമാണേ എന്നും പറഞ്ഞ് മോങ്ങുന്നു, കരയുന്നു. അപ്പോൾ ഈ ഹിന്ദുക്കളെ ഇത്തരത്തിൽ പച്ച നുണ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ശങ്കരേട്ടന് കുട്ടിയുണ്ടായി, സാമ്പത്തികമില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് സമ്പത്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഈ ഫോട്ടോ വിറ്റുകൊണ്ട് ഇത്തരത്തിൽ ആഡംബരപരമായിട്ടുള്ള 14,000 രൂപയുടെ കാർ ഓരോ മാസം അടവടയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആഡംബരത്തോടുകൂടി ജീവിക്കുന്നവരെ 14,000 രൂപ മാസത്തിൽ അടയ്ക്കുന്ന കാർ എടുക്കുകയുള്ളൂ. സ്വിഫ്റ്റ് ആണെന്ന് തോന്നുന്നു ഇവരുടെ കാർ. എന്തായാലും ഏകദേശം സ്വിഫ്റ്റ് ഈ പറയുന്ന ആഡംബര കാർ വിഭാഗത്തിൽ പെട്ടത് തന്നെയാണ്. എന്തായാലും ഞാൻ 14,000 രൂപയ്ക്കുള്ള EMI അടച്ചുകൊണ്ടൊന്നും ഞാൻ കാർ ഓടിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഓടിക്കുന്നുണ്ടോ? ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവപ്പെട്ടവനാണോ? നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇവർ തന്നെയാണ് പച്ച നുണകൾ പറയുന്നത്. ആ പച്ച നുണകൾ പടച്ചിറക്കുമ്പോൾ ഓർക്കണമായിരുന്നു, ഇതൊക്കെ ഒരു നാൾ പൊളിയും. ഒരു നാൾ കള്ളക്കണ്ണൻ എന്ന് ഞങ്ങളുടെ ഭഗവാനെ ഞങ്ങൾ വിളിക്കാറുണ്ട്. കള്ളക്കണ്ണൻ ഒരിക്കലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ തട്ടിപ്പുകൾ പുറത്തു വിടിയിക്കാതെ ഒരിക്കലും വെറുതെ വിട്ടിട്ടില്ല. ഒരുപാട് അങ്ങോട്ട് പൊക്കും, പന പോലെ വളർത്തും കണ്ണൻ ഇത്തരത്തിൽ തട്ടിപ്പുകാരെ. എന്നിട്ടോ പനയുടെ ഏറ്റവും മുകളിൽ വെള്ളിടി വെട്ടിച്ച് ആ പനയെ ചൂടും മുടിപ്പിക്കാനും ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് എന്റെ കണ്ണന് മാറാരോഗം ഉണ്ടെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത് എന്ന് ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. എന്നെ കാണുന്ന ഓരോ വിശ്വാസിക്കും ചോദിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഭഗവാന് മാറാരോഗം മാറാൻ വേണ്ടി ഗോപികമാർക്ക് ഒരു ഓട്ടപാത്രം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിൽ പരിശുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ അതിൽ വെള്ളം കോരാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഗോപികമാർ എല്ലാവരും പരാജയപ്പെട്ടെടുത്ത് രാധ മാത്രം വെള്ളം കോരി കൊണ്ടുവരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഗോപികമാർക്ക് പരിശുദ്ധിയില്ല, അവരൊക്കെ മോശം സ്ത്രീകളാണെന്ന് പറയാൻ ആരാണ് നിനക്ക് അവകാശം തന്നത്? ആരാണ് നിനക്ക് അധികാരം തന്നത്? ഏത് മദ്രസ പുസ്തകത്തിലാണ് നിനക്ക് ഈ കഥ ആരാ പഠിപ്പിച്ച് തന്നത് എന്ന് നീ വരും നാളുകളിൽ പറയേണ്ടി വരും. അതുകൊണ്ട് നിന്റെ വായിൽ നിന്ന് എന്തും വന്നാൽ അത് അപ്പാടെ വിഴുങ്ങുന്ന നിന്റെ ആരാധകരുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സോണിയ ഗണ്ഡിയൊക്കെ പറയാറുണ്ടല്ലോ, എന്താ പറയാറ്? സോണിയ ഗണ്ഡിയെ ഈ അടിമ കൊങ്ങികളെയൊക്കെ പറയാറുണ്ട്. സോണിയ ഗണ്ഡിയുടെ പാവാട തൂക്കികൾ, പാവാട അലക്കികൾ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും പാവാട അലക്കികൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് അതേപോലെ വിഴുങ്ങുമായിരിക്കാം. പക്ഷെ വിശ്വാസികളെ പറ്റിക്കാൻ, ഭഗവാനെ പറ്റിക്കാൻ ഒരു നാളിലും ഭഗവാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് ഈ അവസ്ഥയിൽ മാറിയിരിക്കുന്നത്. പച്ച നുണകൾ പറയുമ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ നുണകളൊക്കെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് ഈ പച്ച നുണകളൊക്കെ പൊളിയാൻ നിമിഷ നേരത്തെ ആയുസ് മാത്രമേ നിങ്ങളുടെ പച്ച നുണകൾക്കുള്ളൂ എന്നുള്ളതും, ഇനി നിങ്ങളുടെ നുണകൾ ഏശില്ല എന്നുള്ളതും, ശങ്കരേട്ടന്റെ കഥയും അതല്ലെങ്കിൽ സാമ്പത്തികമായി തളർന്ന കുടുംബം രക്ഷപ്പെട്ട കഥയും പറഞ്ഞുകൊണ്ട് ഇനിയും വന്നു കഴിഞ്ഞാൽ ആളുകൾ, വിശ്വാസികൾ ഗുരുവായൂർ അമ്പല നടയിൽ നിന്നുകൊണ്ട് പീപ്പ വിളിച്ചുകൊണ്ട് ഭഗവാന്റെ ഓടക്കുഴലിനെ അപമാനിച്ചാൽ, ഗുരുവായൂർ അമ്പല നടയിൽ നിന്നുകൊണ്ട് ഇൻഷാ അള്ളാഹ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തട്ടത്തിൻ മറയത്തെ കളികൾ കളിച്ചു കഴിഞ്ഞാൽ ഭക്തർ കൃത്യമായിട്ടും ഇനി നിങ്ങളോട് ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളത് നീ സംശയം മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയും ഉഡായിപ്പുമായി രംഗത്തിറങ്ങേണ്ട എന്ന താക്കീത് മാത്രമേ ഇവിടെ നൽകുന്നുള്ളൂ. ഇത്തരത്തിൽ നുണകൾ പറയുന്ന ഇതിനെതിരെ ഇനിയും നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിന് ഏത് വലിയ വലിയ കൊമ്പൻ ചാനലുകളിലൂടെ PR വർക്ക് നടത്താൻ വേണ്ടി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പുട്ടിയിട്ട് രംഗത്ത് വന്ന് പറഞ്ഞാലൊന്നും അതിൽ ഞരമ്പ് രോഗികൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ആ ആകാരവടിവിലും ഈ പുട്ടിയിട്ട സൗന്ദര്യത്തിലും മയങ്ങി വീഴുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അവരുടെ കൂട്ടത്തിൽ മറ്റുള്ള എല്ലാവരെയും കൂട്ടേണ്ട, പാവാട താങ്ങികളായിട്ട് എല്ലാവരെയും കൂട്ടേണ്ട എന്ന താക്കീത് കൂടി പറയാനുണ്ട്. ഇത്തരത്തിലുള്ള പച്ച നുണകൾ പടച്ച് അത് വിട്ടിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഇനിയും ചോദ്യം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.